ഇതാ പപ്പൻ്റെ കൊച്ച്. ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ബേബി ഗേൾ റിവ്യൂലോട്ടാണ്. ഡയറക്ടർ അരുൺ വർമ്മ, ഗരുഡന് ശേഷം ഡയറക്ഷൻ ചെയ്ത സിനിമയാണ് ബേബി ഗേൾ. റൈറ്റർ ബോബി ആൻഡ് സഞ്ജയ് ആണ് റൈറ്റർ. മ്യൂസിക് സാംസിയസിൻ്റെ കാര്യം പറയാൻ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടേ. പ്രൊഡക്ഷൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ലിസ്റ്റൻ സ്റ്റീഫനാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. ഇതിൻ്റെ ആക്ടർ നിവിൻ പോളി ആണെന്നാണ് ഇതിനകത്ത് പ്രൊമോഷൻ കൊടുത്തേക്കുന്നത്. എനിക്കിത് കണ്ടിട്ട് നിവിൻ പോളി ഒരു ലോങ് ആയിട്ട് ഒരു ഗസ്റ്റ് അപ്പിയറൻസ്, ഒരു ക്യാമിയോ അപ്പിയറൻസ് അഭിനയിച്ചൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഭിനയിക്കുവാന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഞാൻ ബാക്കി പറയാം. മാർക്കൊക്കെ ആ വില്ലൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പിന്നെ അസീസ് നെടുമങ്ങാടുണ്ട്. ഒരു ഗുണമില്ല പുള്ളിയൊക്കെ ചുമ്മാ പിടിച്ചിട്ടേക്കുക. ഒരു 1-2 ഡയലോഗ് കണ്ടുണ്ട്, അതും ASI ആയിട്ട്. പുള്ളി എനിക്ക് ഒന്ന് താഴോട്ട് കിപ്പോട്ടാന്ന് വരുന്നത്. പുള്ളി ഈ സിനിമക്കാരെല്ലാം പുള്ളി അങ്ങ് പോലീസായിട്ട് അങ്ങ് അംഗീകരിക്കും. എല്ലാ പടത്തിലും പോലീസ് അതല്ലോ. ആദ്യത്തെ കണ്ണൂർ സ്കോഡിലൊക്കെ പുള്ളി നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ പുള്ളിയുടെ ഗ്രാഫ് മൊത്തം താഴോട്ടാ. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇതിനകത്തും ലിജോ മോൾ ജോസ് ഉണ്ട്. ലിജോ മോൾ ജോസിൻ്റെ കാര്യം ഞാൻ പറയാം. പിന്നെ ആ മാർക്കോയുടെ അകത്ത് ആ വില്ലൻ ഉണ്ടല്ലോ, ആ വില്ലൻ്റെ പേര് എനിക്ക് അത്ര ഓർമ്മയില്ല, ഞാൻ പറയാം. പുള്ളിയുടെ കാര്യം ഡീറ്റെയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആളെ പിടികിട്ടിയല്ലോ, ഞാൻ പറയാം. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ തീം എന്തോന്ന് പറഞ്ഞാൽ, ഒരു 3 ദിവസം പ്രായമുള്ള ഒരു കൊച്ചിനെ ഹോസ്പിറ്റലിൽ നിന്ന് കാണാതാവുന്നു. പിന്നെ തിരയുന്നു, പിന്നെ പിടിക്കുന്നു. ഇതാണ് ഇതിനകത്തെ ഒരു പിടിക്കുന്നതായിട്ടൊന്നും കാണിക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ CBI 5 ശേഷം, മമ്മൂക്കയുടെ CBI 5 ശേഷം ഇത്രയും വേസ്റ്റ് ഒരു ത്രില്ലർ ഞാൻ ഈ അടുത്ത സമയത്തൊന്നും കണ്ടിട്ടില്ല. CBI 5 ഇതും കൂടെ തമ്മിൽ കട്ട മത്സരം, ഏത് ഏറ്റവും വലിയ വേസ്റ്റ് പടം എന്നുള്ള രീതിയിലുള്ള മത്സരം. അപ്പോൾ അതേപോലെയാണ് ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. അത്രയ്ക്കും മോശം സിനിമ. പടം തുടങ്ങുന്നത് ഒരു ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് തന്നെയാണ്, നിവിൻ പോളിയെ കാണിച്ചുകൊണ്ട് തന്നെയാണ് പടം തുടങ്ങുന്നത്. പടം പുള്ളിക്കാരൻ ഒരു ഹോസ്പിറ്റലിൽ അറ്റൻഡറാണ്. അവിടെ വെച്ചാണ് പടം തുടങ്ങുന്നത്. ഇതിനകത്ത് കൂടുതൽ പരിചയപ്പെടുത്തലൊന്നുമില്ല. പടം തുടങ്ങുന്നത് സ്റ്റോറിയിലോട്ടാണ്. അപ്പം തുടങ്ങുമ്പം ഒരു കൊച്ചിനെ കാണാതാവുന്നു. ആ കാണാതാവുന്നത് എന്തോന്ന് വെച്ചാൽ സൈറൻ മുഴങ്ങുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് അന്നേരം തന്നെ ഒരു ത്രില്ലർ ആവണമല്ലോ. ആവുമ്പോൾ തന്നെ പെട്ടെന്ന് നിവിൻ പോളിക്കില്ല കോളേജ് കുമാരനകത്ത് ലാലേട്ടൻ്റെ കൂട്ട് ഓർമ്മ വരും. ഇതായിരിക്കും എന്ന്. കാരണം പെട്ടെന്ന് തന്നെ കാരണമെന്ന് തന്നെ ഓർമ്മ വരുന്നുണ്ട്. ഈ ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ മഹാമോശം ഡയറക്ഷനാണ്. ഇതിനകത്ത് കുറേ കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്, ഞാൻ പറയാം. പിന്നെ അത് മീഡിയ മൊത്തം സ്പ്രെഡ് ആവുന്നുണ്ട്. മീഡിയയിലൊക്കെ ആയിട്ട് വരുമ്പം പോലീസിൻ്റെ മേധാവി ആരാ? മേജർ രവിക്ക് ഇതിനകത്ത് കൂടുതൽ ഒന്നും ചെയ്യാനില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ മേജറാണല്ലോ, ആർമിയിലൊക്കെ ആയതുകൊണ്ട് നല്ല ആരോഗ്യം കാണും. അതുകൊണ്ട് പുള്ളിക്കാരൻ ആരോഗ്യം മുതലെടുത്തിട്ടുണ്ട്. കാരണം പുള്ളിക്കാരനെ ഇങ്ങനെ നടത്തിച്ചിട്ടുണ്ട്, ക്യാമറയുടെ മുന്നിലൊക്കെ ഇട്ട് നടത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ ക്ഷീണമൊന്നും വരത്തില്ല, കാരണം മേജറല്ലയോ. അപ്പം വിരമിച്ചിട്ട് ഇത്രയും വർഷമായിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ ആരോഗ്യം നല്ല ആരോഗ്യമാണ്, കാരണം നടത്തിയിട്ടുണ്ട് നല്ലോണം. അതുകൊണ്ട് പുള്ളിക്ക് ക്ഷീണമൊന്നും വരത്തില്ല, നല്ലോണം ചെയ്തിട്ടുണ്ട്, നല്ലോണം നടന്നിട്ടുണ്ട്. അവനെ ആക്ടിങ് ഒന്നും ആയിട്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഇതിനകത്ത് മാർക്കയുള്ള വില്ലൻ്റെ കാര്യം പറഞ്ഞ് ഇതേപോലെ വേസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു അതിനകത്ത് SI ആയിട്ട് അങ്ങോട്ടാണ് തോന്നുന്നു പുള്ളി ചെയ്തേക്കുന്നത്. ഇത്രയും വേസ്റ്റ് ആക്ടിങ്. കാരണം അസിസ്റ്റൻ്റായിട്ട് വരുന്നത് ആരാ? ആസീസ് നെടുമാട്. 2 എണ്ണം വെറുപ്പില്ല. അല്ല, പിന്നെ ഒരു കോൺസ്റ്റബിളായിട്ട് ഒരു പുള്ളിക്കാരൻ വരുന്നുണ്ട്. ഹൃദയത്തിനകത്ത് പ്രണവിൻ്റെ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരു പുള്ളിക്കാരൻ്റെ പേര് അരുൺ അങ്ങനെ മറ്റോ തോന്നുന്നു. പുള്ളിക്കാരനെ ഇതിനകത്ത് ചുമ്മാതെ എടുത്തിട്ടുണ്ട്, ആളെ തേക്കട്ടെ അങ്ങനെ പിടിച്ചിട്ടേ തോന്നുന്നു. അങ്ങനെ തുടങ്ങുന്ന ഹോസ്പിറ്റലിന് മുന്നിൽ RBI റിസർവ് ബറ്റാലിയൻ പോലീസ്. ഇതെന്തോ ഇന്ത്യ പാക് യുദ്ധമോ? അവിടെ 2 പേര് കാണാതാവുന്ന ഇതിന് ഇത്രയും വേണ്ടി പോലീസുകാരെ തന്നെ ഇവിടെ ഇറക്കുന്നത്? ഇവിടെ അതാണ് ഡയറക്ഷനൊക്കെ മഹാമോശം തന്നെ. പിന്നെ ഇതിനകത്ത് നിവിൻ പോളിയുടെ റോൾ എന്ന് പറഞ്ഞാൽ അറ്റൻഡറാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിനകത്ത് വള്ളിക്കേസ് പിടിക്കുക, ഇതാണ് പുള്ളിക്കാരൻ്റെ ജോലി എന്ന് പറയുന്നത്. വള്ളിക്കേസ് പിടിക്കുക എന്ന് വെച്ചാൽ ചുമ്മാതെ പോയി പോലീസിനെ, അത് ഇത്രയും കേരള പോലീസിനെ ഇത്രയും കോമാളികളായിട്ട് നേരത്തെ ബബ്ബയ്ക്ക് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും കോമാളി ഒരു വിഡ്ഢികളായിട്ടാണ് ഇതിനകത്ത് കേരള പോലീസിനെയൊക്കെ ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത്. ഇത്രയും വിഡ്ഢികൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് SI ആയിട്ട് അഭിനയിച്ച ഞാൻ പറഞ്ഞില്ല മാർക്കോയിലോ വില്ലൻ, അയാളൊക്കെ എങ്ങനെ ഇതിനകത്ത് പോലീസായിട്ടൊക്കെ കിട്ടിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇന്നത്തെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് ഇത്രയുണ്ടോ വിഡിത്തം കാണിക്കുന്ന പോലീസുകാർ? ഒരു ലോജിക്ക് തൊട്ട് തീണ്ടാത്ത പടം. വള്ളി കേസായി കഴിഞ്ഞിട്ട് പിന്നെ ഇയാളെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു സീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ കഴുത്തയിൽ ഇങ്ങനെ വെച്ചേക്കോ. ഇപ്പോൾ നിവിൻ പോളിയുടെ കഴുത്തയിൽ ഇങ്ങനെ പിടിച്ചേക്കുമ്പോൾ അതിനകത്ത് എന്തോ മിസ്റ്റേക്ക് കാണിച്ച് വെച്ചേക്കുന്നറിയോ? കാരണം ഈ ഒരു സൈഡിൽ നിന്നൊരു ഷോട്ടിനകത്ത് കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഷോട്ട് തന്നെ തിരിച്ച് ഇപ്പുറത്തൂടെ കാണിക്കുമ്പോൾ ഇത് കഴുത്തെ പോലും ദേഹത്ത് പോലും കൊള്ളുന്നില്ല, ഇങ്ങനെ നിർത്തിക്കൊണ്ട് കാണിച്ചേക്കോ. ഇത് നിങ്ങൾ ഈ അരുൺ വർമ്മ നിങ്ങളിത് ഉറങ്ങിപ്പോയോ? ഡയറക്ഷൻ ചെയ്ത സമയത്ത് ഉറങ്ങിപ്പോയോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ വിഡ്ഢിത്തരം കാണിച്ചു വെച്ചേക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ
ഇതിനകത്ത് ജാഫർ ഇടുക്കിയുടെ ഒരു റോളാണ് കാണിക്കുന്നത്. ജാഫർ ഇടുക്കിയുടെ റോൾ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ വൈകിട്ട് ഇയാൾ വീട്ടിൽ പോകണമല്ലോ, പെണ്ണുണ്ട്, അയാളുടെ മോളുടെ എങ്ങാണ്ട് കല്യാണത്തിന് വേണ്ടി എങ്ങാണ്ട് കുറച്ച് ഇതിന് വേണ്ടിയൊക്കെ അങ്ങനെ പോയെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ജാഫർ ഇടുക്കിയെ കൊണ്ടുവന്ന് ഇടിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതൊക്കെ എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ത്രില്ലറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കാവോ? ജാഫർ ഇടുക്കിയെ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇടിക്കുക. ഇയാൾ ഇടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ ജാഫർ ഇടുക്കി പറയാം ഇത് ആർക്കും വേണ്ടാത്ത കൊച്ചായിരുന്നു എന്നൊക്കെ ഉള്ള രീതി പറയാം. അത് ഇയാൾക്ക് എങ്ങനെ അറിയാം? ഞാൻ അതാ ചോദിക്കുന്നത്. ഇത് ഇയാൾക്ക് എങ്ങനെ അറിയാം? ഈ സെക്യൂരിറ്റി ആയിട്ടുള്ള ഇപ്പോൾ ഹോസ്പിറ്റലിനകത്ത് നടക്കുന്ന കാര്യം ഈ സെക്യൂരിറ്റിക്ക് എങ്ങനെ അറിയാം? അവിടെ ഒരു മണ്ടത്തരം കാണിച്ചു വെക്കുന്നുണ്ട്. അടുത്ത അപരാധം എന്ന് പറഞ്ഞാൽ മ്യൂസിക്. സാം സി എസ് ആണ്. സാം സി എസ് കൈദിക്കകത്ത് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് മ്യൂസിക് ഉണ്ട്. എല്ലാവർക്കും കേൾക്കുമ്പോൾ തന്നെ ഒരു ഇതുണ്ട്, ഒരു മാസ് ബിജിഎം ഉണ്ട്. ടിനി ടിനി ആ സംഭവം തന്നെ ഇതിനകത്ത് നിവിൻ പോളി ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലയോ, ചില കാര്യങ്ങൾ പെട്ടെന്ന് പുള്ളിക്ക് ക്യാച്ച് ആവുന്നത്, പെട്ടെന്ന് ഓർമ്മ വരും. ഇല്ല കോളേജ് കുമാരനകത്ത് ലാലേട്ടൻ്റെ കൂട്ട് അങ്ങനെ അത് കാണിച്ചിട്ട് ഓടുമ്പം പുള്ളി കൊടുക്കുന്ന BGM എന്ന് പറഞ്ഞാൽ കൈദിക്കകത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന BGM എടുത്തങ്ങ് ഇട്ടേക്കുക. ഇത് പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല പുള്ളിക്ക്. വേറെ ഏതോ ഒരു പടത്തിൽ ചെയ്ത് വെച്ചേക്കുന്ന എടുത്ത് അങ്ങ് മാറ്റി, എന്നിട്ട് ഒരു പിച്ച് ഒന്ന് ചെറുതായിട്ട് മാറ്റി അങ്ങ് കൊടുക്കുക. ഇതാണ് സാം സി എസിനെ പറ്റി പറയാനുള്ളത്. പൊതുവെ അതിനകത്ത് മ്യൂസിക് കൊണ്ട് ഒരിടത്തും ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഈ പടത്തിൻ്റെ തുടക്കം തന്നെ ഒരാളെ ഒരു പറുതായിട്ട് ഒരു സ്ത്രീ ഒരു തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. കുറച്ചും ഭയങ്കര ത്രില്ലറായിട്ട് തന്നെ കാണിക്കുന്നത്. കുറച്ച് നേരം കാണുമ്പോൾ ഈ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത് ആ മെയിലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ആ മെയിലാരാ? അമൽ ഡേവിസ്. അമൽ ഡേവിസ് ലിജോ മോൾ ജോസ് ഇതിൻ്റെ സിസ്റ്ററാണ്. അങ്ങനെയാണ് എന്നത് കാണിച്ചു വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഈ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകാനുള്ള കഥ എന്തെന്ന് പറഞ്ഞാൽ ഈ ലിജോ മോൾ ജോസ്ക്ക് ഒരു കൊച്ചുണ്ട്, അത് ചാവുള്ളായി പോകും. അതിനു വേണ്ടിയാണ് ഈ അമൽ ഡേവിസ് ഒരു കൊച്ചിനെ മോഷ്ടിച്ചുകൊണ്ട് വരുന്നത്. ആ കൊച്ചിനെ ആർക്കും വേണ്ട. ഇതാണ് ഇവിടെ നടക്കുന്ന അതിനുള്ള കഥയാണ് ഈ എഴുതി വെച്ചേക്കുന്ന അപരാധം. ഈ പടം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ അങ്ങോട്ടേ ഉള്ളൂ. 2 മണിക്കൂറും അതിന് 10 മിനിറ്റോ 5 മിനിറ്റോ അങ്ങോട്ടേ ഉള്ളൂ ഈ പടം. പക്ഷേ അതിനകത്ത് കാണിച്ചു വെച്ചേക്കുന്നത് ഒരു നമ്മൾ ഈ കോമഡി സ്റ്റാർസിനകത്തൊക്കെ കാണിച്ചു വെക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ആ സ്ക്രിപ്റ്റിനകത്ത് സീരിയസ് ആയിട്ട് ഒരു കോണ്ടസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് കോമഡി പറയുന്ന രീതി ഉണ്ടല്ലോ. ഇതിനകത്ത് അവർ സീരിയസ് ആയിട്ട് പറയും, പക്ഷേ അത് നമ്മൾ കാണുമ്പോൾ അത് ചിരിയായിട്ട് വരുന്നത്. എനിക്ക് 2-3 നേരത്തൊക്കെ എനിക്ക് ചിരി വന്നു അവർ സീരിയസ് ആയിട്ട് കാണുന്നത്. അത് കേരള പോലീസ് കാണിക്കുന്ന പരിപാടി കണ്ടിട്ടാണ് എനിക്ക് ചിരി വരുന്നത്. അവർ സീരിയസ് ആയിട്ട് ചെയ്യുക, കണ്ടിട്ട് ചിരി വരിക. ഇതാണ് അവർ ഉടനീളം കാണിച്ചു വെച്ചേക്കുന്നത്. എന്നിട്ട് ഒരു കഥ എടുത്ത് നല്ലോണം തിരക്കി അറിയാതെ ചുമ്മാ എന്തൊക്കെയോ തട്ടിക്കൂട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.